അല്ലാഹുവിന്റെ ഔലിയാക്കളെ അങ്ങ് സ്നേഹിച്ചപ്പോൾ, വലിയ മഹാരഥന്മാർക്ക് വേണ്ടി ഖിദ്മത്ത് എടുത്തപ്പോ, വലിയ അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് വേണ്ടി ജീവിതം അങ്ങ് മാറ്റിവെച്ചപ്പോൾ, ഖബറിലതാ സുഖകരമായ ഒരു ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവസരം നൽകുകയാണ്. അതുകൊണ്ട് ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഖബറിലെ ജീവിതം സുഖകരമാവണോ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണം. അതേ മഹാരഥന്മാരെ നമ്മൾ സ്നേഹിക്കണം. ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. അവരിൽ ഒരാളെയും മോശമാക്കി പറഞ്ഞുകൂടാ. അവരുടെ പച്ചമാംസം തിന്നുകൂടാ. വലിയ മഹാരഥനായ ഒരു വലിയന്റെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. യജമാനനായ റബ്ബേ, അമലുകൾ കുറഞ്ഞവരാണ്, ഇബാദത്തുകൾ കുറഞ്ഞവരാണ്. പക്ഷേ നിനക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച വലിയ വലിയ മഹാരഥന്മാരെ അനുസ്മരിച്ചുകൊണ്ട്, അവരെ ഓർത്തുകൊണ്ട്, അവരുടെ ഉറൂസ് മുബാറക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് റബ്ബേ, ഞങ്ങളുടെ ഖബർ ജീവിതം സന്തോഷമാവാനാണ് അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ച് ഇതിന്റെ കാരണമായി ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖബർ ജീവിതം സന്തോഷകരമാവണം, മണിയറയാവണം. നിങ്ങൾ നോക്ക്, മഹാനായ ഹാറൂൻ റഷീദിന്റെ ഭാര്യ, അതേ വലിയ മഹദിയല്ലേ, ഇന്നും മക്കയിൽ നിന്ന് അതാ അറഫയിലേക്ക് ഇങ്ങനെ പോകുമ്പോ വലിയ ഒരു കിടങ്ങ് കാണാം, വലിയൊരു കെട്ട് കാണാം. ആ കെട്ട് എന്താണ്? വെള്ളം പാസ് ചെയ്യുന്നതിന് വേണ്ടി അതേ ഹാറൂൻ റഷീദിന്റെ ഭരണകാലത്ത് അവിടുത്തെ ഭാര്യയുടെ നിർദ്ദേശം കൊണ്ട് നിർമ്മിച്ച ആ കെട്ട് ഇന്നും നമുക്കവിടെ കാണാമല്ലോ. ആ ഹാറൂൻ റഷീദിന്റെ ഭാര്യതാ ലോകത്തോട് വിട പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, വിട പറഞ്ഞ് കുറച്ച് ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ ഹാറൂൻ റഷീദിന്റെ ഭാര്യയെ ഹാറൂൻ റഷീദ് അവരുകൾ സ്വപ്നം കാണുകയാണ്. ചോദിക്കുന്നു, ഖബറിലെ ജീവിതം എങ്ങനെയുണ്ട്? അപ്പോഴാണ് ആ മഹദിയവറുകൾ പറയുന്നത്, സുഖകരമായ ജീവിതമാണ്, സന്തോഷകരമായ ജീവിതമാണ്, ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല. അതേ സ്വർഗീയമായ ജീവിതം ഞാൻ ഈ ഖബറിന്റെ ഉള്ളിൽ അനുഭവിക്കുകയാണ്. ചോദിക്കുന്നു, പെണ്ണേ, എന്താണ് നീ ഖബറിലെത്തിയപ്പോ ഇത്രയും നല്ല ഒരു സുഖകരമായ ജീവിതം ഖബറിന്റെ ഉള്ളിൽ നീ അനുഭവിക്കാനുള്ള കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ്, ആ മഹദിയവറുകൾ പറയുന്നു, മഗ്രിബ് നിസ്കാരം അങ്ങ് കഴിഞ്ഞാൽ എന്റെ അടുക്കലേക്ക് പാട്ട് പാടുന്നതിന് വേണ്ടി ഒരുപാട് മക്കള് വരാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, മക്കള് വന്നിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ പാട്ട് പാടുകയാണ്. പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇശാ ബാങ്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മക്കളോട് ഞാൻ പറയും, മക്കളെ, ഇശാഇന്റെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പാട്ട് നിർത്തണേ. അങ്ങനെ ഒരുപാട് കാലം അതാ ഞാൻ ആ മക്കളെ കൊണ്ട് പാട്ട് നിർത്തിച്ചുകൊണ്ട് യജമാനനായ റബ്ബിന്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് വിശുദ്ധമായ തക്ബീറിന്റെ വിശുദ്ധമായ ബാങ്കിന്റെ ആ ഒലിയൊച്ചകൾ എന്റെ ശ്രവണപുടങ്ങളിലേക്ക് അടിച്ചു വീശുമ്പോൾ ഞാൻ എന്റെ മക്കളോട് പറയാറുണ്ട്, മക്കളെ, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് അടങ്ങി നിൽക്കണേ.
അതേ ആ ബാങ്കിനെ ബഹുമാനിച്ച കാരണം കൊണ്ട്, ആ ബാങ്കിനെ ആദരിച്ച കാരണം കൊണ്ട് ഞാൻ ഖബറിലെത്തിയപ്പോൾ അതാ എന്റെ അടുക്കൽ വന്ന് മലക്കുകൾ പറയുകയാണ്, നിങ്ങൾ സുഖകരമായി ജീവിച്ചോളൂ, സ്വർഗീയമായ ഉടയാടകൾ എന്നെ അണയിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖബറിന്റെ ഉള്ളില് സുഖകരമായ സ്വർഗീയമായ ഉടയാടകൾ, ആ ഉടയാടകൾ ധരിച്ചുകൊണ്ട് ആ മഹദിയവറുകൾ ആ ഖബറിൽ കഴിയാനുള്ള കാരണം എന്താണ്? ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഓ എന്റെ സഹോദരന്മാരെ, നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഇത് യജമാനനായ റബ്ബിന്റെ പവിത്രമായ നാമമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണെന്ന് പറയുമ്പോ അതേ ഞാനതാ ചെറിയവനാണ്, ആ റബ്ബിന്റെ അടിമയാണ് എന്ന നിലക്ക് ഒന്ന് അച്ചടക്കം പാലിക്കണേ. സുബ്ഹാനല്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തകല്ലമ ബികലാമിദ് ദുനിയാ ഇൻദ സമാഇൽ അദാൻ. ആരെങ്കിലും പള്ളിയുടെ വിശുദ്ധമായ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അതാ നമ്മുടെ നാവിനെ നാം അടക്കി വെക്കാതെ നമ്മുടെ നാവ് കൊണ്ട് സ്വറ പറഞ്ഞാൽ, നമ്മുടെ നാവ് കൊണ്ട് സംസാരിച്ചാൽ യതലജ്ലജു ലിസാനുഹു മരണസമയത്ത് ഷഹാദത്ത് കലിമ പോലും ചെല്ലാൻ കഴിയാതെ അവന്റെ നാവ് പിടപിടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറിയ നിസ്സാരമായ കാര്യമല്ല മുഅ്മിനീങ്ങളെ. ബാങ്ക് കേൾക്കുമ്പോ ഞാൻ സംസാരിച്ചാൽ എന്താ? ഞാൻ മൊബൈൽ ഫോണിൽ സ്വറ പറഞ്ഞാൽ എന്താ? ഞാൻ മൊബൈലുകളിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ കണ്ട് ആസ്വദിച്ചാൽ എന്താ? കേട്ടാൽ എന്താ? ഒരിക്കലും പാടില്ല കേട്ടോ. ബാങ്ക് കൊടുക്കുമ്പോൾ അച്ചടക്കം പാലിക്കണേ. അങ്ങനെ എങ്ങാനും നിങ്ങൾക്ക് അച്ചടക്കം പാലിക്കാൻ കഴിയുന്നില്ലേ, നിങ്ങളുടെ ഖബർ ജീവിതം മോശമാകും. മരിക്കുന്ന സമയത്ത് നാവ് പിടപിടക്കുകയാണ്. നാവ് മരിക്കുന്ന സമയത്ത് പിടപിടക്കുകയാണ്. ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയൂല. ഈമാനികമായ ഒരു മരണം കിട്ടൂല. നീ എത്ര വലിയവനായാലും, നീ എത്ര വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവനായാലും മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് പിടപിടക്കുകയാണ്. യജമാനനായ റബ്ബേ, അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇആനത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുർത്തദ്ദിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ, റിദ്ദത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ അവിടെ വളരെ വ്യക്തമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ കലാമു ബികലാമി ദുനിയ ഇൻദ സമാഇൽ അദാൻ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കല. ഉസ്താദ്, ഇതൊക്കെ ആരോട് പറയാനാ? ബാങ്ക് കൊടുക്കുമ്പോ അത് ബാങ്ക് പള്ളി നിന്നെ കൊടുത്തോട്ടെ, എനിക്കതൊന്നും പണിയല്ല, എനിക്ക് ആ സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴും മൊബൈൽ ഫോണുകളിലോ സ്വറ പറയാൻ. സുബ്ഹാനല്ലാഹ്, ആ മരണസമയത്തിന്റെ ആ ഒരു നിമിഷം നമ്മൾ ഓർത്താൽ നമുക്ക് ആ മൊബൈൽ ഫോണിലൂടെ ആ സമയത്ത് സംസാരിക്കാൻ കഴിയോ? ഒരിക്കലും കഴിയൂല. വിശാലമായ വിഷയമാണ് ബാങ്ക് എന്ന് പറയുന്ന വിഷയം. അതിപ്പോൾ കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് പല രൂപത്തിലും കേൾക്കാൻ കഴിയും. ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. അതുപോലെ ഖബർ ജീവിതം സന്തോഷകരമാകണോ?
ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ ഉമ്മമാരോട്, എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് വലിയ ഒരു മഹാരഥന്റെ ഹളറത്തിലാണല്ലോ. നമുക്ക് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിച്ച് നമ്മുടെ ഖബർ ജീവിതത്തിൽ സുഖകരമായി നമുക്ക് ജീവിക്കണം. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അതാ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ലഅലമന്ന ഖവാമൻ മിൻ ഉമ്മതി യഅതൂന യൗമൽ ഖിയാമ ബിഹസനാത്തിൻ അംസാലിൻ ജിബാലി തിഹാമത ബീളാ. അതേ, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു വിഭാഗം ജനങ്ങൾ ഖിയാമത്ത് നാളിന്റെ അവസാന കാലഘട്ടത്തിൽ വരാനുണ്ട്. എങ്ങനെയുള്ള ജനങ്ങളാണെന്നറിയുമോ? അവരതാ ധാരാളം അമലുകൾ ചെയ്തവരാണ്. ഏതുപോലെയാണെന്നറിയുമോ? ജിബാല തിഹാമ എന്ന് പറയുന്ന പർവ്വതമുണ്ട്. ആ പർവ്വത സമാനമായ നന്മയും ചെയ്തുകൊണ്ട് അതേ നാളെ മഹ്ശറയിൽ വരുന്ന അവസാന കാലഘട്ടത്തിലെ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, തിഹാമ എന്ന് പറയുന്ന പർവ്വതം എവിടെയാണ് ആ പർവ്വതം ഉള്ളതെന്നറിയുമോ? അതേ, സൗദി അറേബ്യയുടെയും അതുപോലെ യമനിന്റെയും ബോർഡറിലുള്ള ഒരു പർവ്വത നിരയാണ്. വലിയ പർവ്വതമാണ്. ആ പർവ്വതത്തിന് സമാനമായ നന്മകളുമായി അതേ ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിലെ അവസാന കാലഘട്ടത്തിലെ ഉമ്മത്തിൽ നിന്ന് കുറെ ആളുകൾ വരികയാണ്. പക്ഷേ ആ നന്മകളുമായി അവര് ആഖിറത്തിലേക്ക് അങ്ങ് വന്നാൽ ഫയജ്അലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. ആ ചെയ്ത മുഴുവൻ നന്മകളെയും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടിപടലങ്ങളാക്കി മാറ്റുകയാണ്. അതേ, ധൂളികളാക്കി മാറ്റുകയാണ്. നിസ്കരിച്ച നിസ്കാരം പൊടിപടലമായി മാറുകയാണ്. നോറ്റ നോമ്പ് പൊടിപടലമായി മാറുകയാണ്. ചെയ്ത മുഴുവൻ നന്മകളും പൊടിപടലങ്ങളായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് പറഞ്ഞപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമത്തിലായി. ഓ നബിയേ, യാ റസൂലല്ലാഹ്, സിഫുഹും ലനാ ജല്ലിഹിം ലനാ. അവരാരാണ് നബിയേ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അവരാരാണെന്നൊന്ന് വിശദീകരിക്കുമോ? അതെ, അങ്ങയുടെ ഉമ്മത്തിലെ ആ അവസാന കാലഘട്ടക്കാർ അവര് ചെയ്ത തെറ്റ് എന്താണ് നബിയേ? അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അവരാരാണെന്നും അവരെന്ത് തെറ്റ് ചെയ്തവരാണെന്നും ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങളും അവരിൽ പെട്ടുപോകുമല്ലോ നബിയേ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. അല്ലാഹുവിന്റെ റസൂലതാ ആ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ സൗബാനേ, അമാ ഇന്നഹും ഇഖ്വാനുക്കും. അവര് നിങ്ങളുടെ സഹോദരങ്ങളാണ്. അവര് നിങ്ങളുടെ സഹോദരങ്ങളാണ്. മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ്. അതേ, വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. നിങ്ങൾ നിസ്കരിച്ചവരപ്പോ നിസ്കരിച്ചതുപോലെ അവരും നിസ്കരിച്ചവരാണ്. ഓ സൗബാനേ, സ്വഹാബ, നിങ്ങൾ നോമ്പ് നോറ്റതുപോലെ അവരും നോമ്പ് നോറ്റവരാണ്.
നിങ്ങൾ നന്മകൾ ചെയ്തതുപോലെ അവരും നന്മ ചെയ്തവരാണ്, അവരും നല്ല അമലുകൾ ചെയ്തവരാണ്, അവര് രാത്രി നിസ്കരിച്ചവരാണ്. പക്ഷേ ആഖിറത്തിലെത്തുമ്പോൾ അവരുടെ അമലുകൾ അതാ ധൂളികളാക്കി മാറ്റുകയാണ്, പൊടിപടലങ്ങളാക്കി മാറ്റുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അത് അങ്ങ് പറഞ്ഞപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹുവിന് ജിജ്ഞാസയായി, നബിയെ പറഞ്ഞു തരൂ നബിയെ, അവരാരാണ് നബിയെ? ഞങ്ങൾക്കറിയില്ല നബിയെ, അവരിൽ ഞങ്ങൾ പെട്ടുപോകുമല്ലോ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ. ഓ സ്വഹാബ, അവര് ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അവരൊരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവര് ഹറാമിലേക്ക് എടുത്തു ചാടിയവരാണ്. നഊദു ബില്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നന്നായി ശ്രദ്ധിക്കണേ. ഹറാമിലേക്ക് എടുത്തു ചാടിയവരാണ്. അതേ, എല്ലാ നിലക്കും ഹറാമിലേക്ക് എടുത്തു ചാടുകയാണ്. അത് ഭക്ഷണത്തിന്റെ വിഷയത്തിലായാലും, അതേ, അത് സർവ്വ ജീവിതത്തിന്റെ സർവ്വ നിഖില മേഖലകളിലായാലും, അതേ, അറിയാതെ ഹറാമിലേക്ക് എടുത്തു ചാടുകയാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊടുത്ത് സഹകരിക്കണം. ഞാൻ പറഞ്ഞ വിഷയം ഹറാമിലേക്ക് എടുത്തു ചാടിയവർ. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ആഖിറമാകുന്ന ജീവിതത്തിന്റെ ഏറ്റവും തുടക്കത്തെ വീടാകുന്ന ഖബർ, ആ ഖബറിൽ നമുക്ക് സുഖകരമായി കഴിയണോ? ഹറാമിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഒരു പരിഗണനയുമില്ല, ഒരു ലെവലുമില്ല. ഹറാമിലായി ജീവിതം ചെലവഴിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയമാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, രണ്ടുപേരുടെയും കയ്യിൽ മൊബൈൽ ഫോണാണ്. ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാർ, നേരത്തെ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ നാട്ടിലെ ഉസ്താദ് കുടുംബ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥ എത്രമാത്രം ഖേദകരമാണ്. ഒരു ഭാര്യയും ഒരു ഭർത്താവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ നിമിഷങ്ങളും സന്ദർഭങ്ങളും എന്ന് പറയുന്നത് അവരുടെ കിടപ്പറയാണ്. ആ കിടപ്പറയിലെ ഇന്നത്തെ അവസ്ഥ എന്താ? വാതിൽ തുറന്നു നോക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ആരും അത് അറിയുന്നില്ല. പക്ഷേ ചില ആളുകൾ വന്ന്, ഉസ്താദേ, വല്ലാത്ത വിഷമമാണ്, എന്റെ അടുത്ത് കിടക്കാൻ പോലും ഓൾക്ക് സമയമില്ല. എന്താ പ്രശ്നം? ഓളെ കയ്യിലൊരു മൊബൈലുണ്ട്, ആ മൊബൈലായിട്ടുള്ള അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് രാത്രി മുഴുവനും ഈ മൊബൈൽ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. പിന്നെ ഞാനും എടുത്ത് കയ്യിലൊരു മൊബൈല്, എന്നിട്ട് ഞാനും ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക, എന്നിട്ട് ഞാനും ആ മൊബൈലിലൂടെ ഇങ്ങനെ ജീവിതം തീർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവർക്ക് എന്നെ, ആ പെണ്ണിനെ എന്നുമായി ഞാനുമായി കൂടി ജീവിക്കാനോ എന്റെ അടുക്കലേക്ക് വന്ന് കിടക്കാനോ അവൾക്ക് ആ സമയമില്ല ഉസ്താദേ. അവര് എല്ലാ സമയവും മൊബൈലിലാണ്. പല കുടുംബ ജീവിതത്തിന്റെയും ഏറ്റവും ലേറ്റസ്റ്റ് അവസ്ഥ ഇതാണ്. രാത്രിയായാൽ രണ്ടുപേരും രണ്ട് മൊബൈൽ ഫോൺ എടുക്കുന്നു, എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നു. രണ്ടുപേരുടെയും എടുക്കല് ഏതോ നാടുകളിലുള്ള ആളുകളാണ്. അല്ലെങ്കിൽ അതാ വൃത്തികേടുകൾ കാണുകയാണ്, തോന്നിവാസങ്ങൾ കാണുകയാണ്. മുമ്പ് ടിവിയിലൂടെ ആയിരുന്നു സിനിമയും സീരിയലും കണ്ട് ആസ്വദിക്കാറുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 4G വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ 4G സംവിധാനത്തിലൂടെ സർവ്വ സിനിമകളും ലൈവായി കണ്ട് ആസ്വദിക്കുകയാണ്. സീരിയലുകൾ കണ്ട് കിടന്നുറങ്ങുകയാണ്. മോനെ, മോളെ, ഹറാമിലായി നീ അങ്ങ് കിടന്നുറങ്ങിയാൽ ആ അന്നത്തെ രാത്രി ആ കിടത്തത്തിൽ നീ എങ്ങാനും മരിച്ചുപോയാൽ നിന്റെ ഖബർ ജീവിതം എന്താണ്? എത്രമാത്രം ദുഃഖകരമാണ്. ഒരു ഭാഗത്ത് ഹറാമുകൾ ഇങ്ങനെ
മൊബൈൽ ഫോണുകൾ നോക്കിക്കൊണ്ട്, അശ്ലീലങ്ങൾ നോക്കിക്കൊണ്ട്, വൃത്തികേടുകൾ നോക്കിക്കൊണ്ടാണെങ്കിൽ വേറൊരു ഭാഗത്തെ ആളുകൾ പണമുണ്ടാക്കുന്നത് ഹറാമായ മാർഗത്തിലൂടെയാണ്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ പെരിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഉമ്മയെ വളരെ നിഷ്ഠൂരമായ ഒരു വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി കളഞ്ഞ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? എത്രമാത്രം ഖേദകരമാണത്. ആ പാവപ്പെട്ട ഉമ്മ എന്തു പിഴച്ചു? ആരുമില്ലാത്ത സമയത്ത് ആ വയോവൃദ്ധയായ ഉമ്മയുടെ വീട്ടിലേക്ക് വന്ന് ആ ഉമ്മയെ കൊലപാതകം ചെയ്ത ആ പ്രതികളെ ഒരാഴ്ച കൊണ്ട് പോലീസ് പിടിച്ചു. അവരെ പരിശോധിച്ചു നോക്കുമ്പോ അവരൊക്കെ നമ്മന്റെ ആളുകളാണ്, നമ്മളിൽപ്പെട്ടവരാ. 25ഉം 24ഉം വയസ്സുള്ള ചെറുപ്പക്കാർ. എന്തിനാണ് അവർ ആ ഉമ്മയെ കൊന്നത്? 5.5 പവൻ സ്വർണത്തിന് വേണ്ടിയാണ്. ഈ 5.5 പവൻ സ്വർണത്തിന് വേണ്ടി ഈ ഉമ്മയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. എന്നിട്ട് ആ 5.5 പവന്റെ സ്വർണവുമായി ഈ ചെറുപ്പക്കാര് കടന്നു കളയുകയാണ്. എന്താണ് അതുകൊണ്ടുണ്ടാകുന്നത്? ഈ ഹറാമായ ഭക്ഷണം കൊണ്ട് ജീവിക്കുകയാണ്. ഓ എന്റെ ചെറുപ്പക്കാരെ, എന്റെ കൂട്ടുകാരെ, കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ബിസിനസ്സുകാരെ, ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളുടെ ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഹറാമിന്റെ ഭക്ഷണവും കഴിച്ച് നമ്മൾ ആ ഖബറിലേക്ക് എത്തിയാൽ സുഖകരമായ ഒരു ജീവിതം ഖബറിൽ നമുക്ക് സാധ്യമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്രമാത്രം വേദനാജനകമാണ്. ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാര് കളവ് പറഞ്ഞുകൊണ്ട് പണമുണ്ടാക്കുകയാണ്. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഹറാമിലൂടെ പണം സമ്പാദിക്കുകയാണ്. അതേ പലിശയും വട്ടിപ്പലിശയും ബ്ലേഡുമായി മനുഷ്യ സമൂഹം, മുസ്ലിം സമൂഹം അതിശീഘ്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഒരു പ്രഭാഷണം കൊണ്ട് മാറ്റമുണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. വലിയ പ്രവർത്തനങ്ങൾ മഹല്ലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉമറാക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ അവബോധം നൽകേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഹറാം തീറ്റിക്കുകയാണ് മക്കളെ. എല്ലാ നാടുകളിലും അതാ ആ നാട്ടിലെ ഖബർസ്ഥാനിലെ ഒരു 6 അടി മണ്ണ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പള്ളിയിലെ രസീറ്റ് ബുക്ക് എടുത്തുകൊണ്ട് അതിൽ ആ പള്ളിക്ക് വേണ്ടി നമ്മളൊരു സംഖ്യ അടച്ചാലല്ലാതെ ആ സ്ഥലം നമ്മുടെ മേലിൽ ഹലാലാകൂലല്ലോ. ഇന്നാട്ടിൽ അങ്ങനല്ലേ? ഇവിടെ ഒരു ഖബർ വെക്കണമെങ്കിൽ ഈ നാട്ടിലെ ഖബർസ്ഥാൻ പള്ളി കമ്മിറ്റിക്ക് ഒരു പണം കൊടുക്കണ്ടേ? കല്ലിന് പണം കൊടുക്കണം, മുകളിൽ വെക്കുന്ന അതിന്റെ കല്ലിന് പണം കൊടുക്കണം, എല്ലാത്തിനും പണം ആവശ്യമാണ്. ഇവിടെ പിന്നെ കല്ല് വെക്കേണ്ട ആവശ്യമില്ല എന്നാ തോന്നുന്നത്. കാരണം നല്ല പാറ ഇങ്ങനെ കാണുക, പാറന്റെ ഉള്ളിലുള്ള കടത്തായിരിക്കും. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ആ പാറന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോ ആ കിടത്തം ഹലാലായ കിടത്തമാവണമെങ്കിൽ ആ ഖബറിന് വേണ്ടി നമ്മുടെ മക്കൾ കൊടുക്കുന്ന പണം അത് ഹലാലായ പണമാകണം. ഹറാമായ പണവുമായിട്ടാണ് ആ ഖബറിൽ കിടക്കുന്നതെങ്കിൽ മണ്ണറ മണിയറയാകൂല. അത് വലിയ വേദനിക്കുന്ന മണം, അതേ വലിയ വേദനയുടെ അറയായി മാറും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കളെ എങ്ങനെയാണ് ഹറാം തീറ്റിക്കുക? എങ്ങനെയാണ് നമ്മൾ ഹറാമിലൂടെ പണം സമ്പാദിക്കുക? ഇത് എങ്ങനെയാണ് നമുക്ക് കഴിയുന്നത്? ഒരിക്കലും ഹറാമിന്റെ ഒരു പിൽസ് പോലും എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടിൽ വന്നുകൂടാ. ദരിദ്രനായി, പാവപ്പെട്ടവനായി, വളരെ പാവപ്പെട്ടവനായി ജീവിക്കേണ്ടി വന്നാലും അതേ ഒരാളുടെ ഒരു പണം പോലും, അനാവശ്യമായ ഒരു പണം പോലും എന്റെയും നിങ്ങളുടെയും കൈവശം വന്നുകൂടാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണാധികാരിയല്ലേ? ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളതാ ഒരു ദിവസം ഭാര്യയോട് പറയുന്നു, ഓ മോളെ ഫാത്തിമ. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്?
ഇസ്ലാമിക ഭരണകൂടത്തിലെ 5ാം ഖലീഫയാണ്. നീതിപൂർവം ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. മോളെ ഫാത്തിമ, എനിക്ക് മുന്തിരി തിന്നാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്തക്കി ദിർഹമുൻ നഷ്തരി ബിഹി ഇനബാ, മുന്തിരി വാങ്ങാനുള്ള വല്ല പണവും വല്ല ദിർഹമും നിന്റെ കയ്യിലുണ്ടോ മോളെ? ആ സമയത്താണ് ആ ഭാര്യ പറയുന്നു, ഇല്ല, എന്റെ കയ്യിൽ മുന്തിരി വാങ്ങാനുള്ള പണം പോയിട്ട് എന്റെ കയ്യിൽ ഒരു പണവും എന്റെ കയ്യിലില്ല. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറയാണ്, ആരെങ്കിലും തന്ന് ഏൽപ്പിച്ച പണമുണ്ടോ? ഇല്ല, അതും എന്റെ കയ്യിലില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ മഹദി അവറുകൾ ചോദിക്കുകയാണ്, അന്ത അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ? ഭരണാധികാരിയായ നിങ്ങളുടെ കയ്യിൽ ഒരു മുന്തിരി വാങ്ങാനുള്ള പണമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? വല്ലാത്ത കഷ്ടമാണ്, വല്ലാത്ത ദുഃഖമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാണ്, അതേ മോളെ ഫാത്തിമ, എന്റെ കയ്യിലതാ മുന്തിരി വാങ്ങാനുള്ള ഒരു പണവും എന്റെ കയ്യിലില്ല. ആദാ അഹ്വനു അലയ്യ മിൻ മുആലജത്തിൽ ഇഗ്ലാൽ ഗദം ഫീ ജഹന്നം. മോളെ, ഒരുപക്ഷേ മുന്തിരി വാങ്ങാനുള്ള പണമില്ല എന്നതിന്റെ പേരിൽ എനിക്കിവിടെ വെച്ച് മുന്തിരി തിന്നാൻ കഴിയൂല എന്നല്ലേ ഉള്ളൂ. പക്ഷേ ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണല്ലോ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഞാൻ ഈ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരു മുന്തിരി വാങ്ങാൻ വേണ്ടി പണമെടുത്തു പോയാൽ അതിന്റെ പേരിൽ ഞാൻ നാളെ നരകത്തിൽ കടക്കേണ്ടി വന്നാൽ, മോളെ, അതല്ലേ ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം? ആ നരകത്തിൽ കടക്കുന്നതിനേക്കാളും വലുതല്ലല്ലോ ദുനിയാവിൽ വെച്ചുകൊണ്ടൊരു മുന്തിരി തിന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് മുന്തിരി വേണ്ട. സുബ്ഹാനല്ലാഹ്. ഖബറിലെ ജീവിതം പേടിച്ചു പോയില്ലേ മഹാന്മാർ? അവർ ആഖിറത്തിലെ ജീവിതത്തെ പേടിച്ചു പോയില്ലേ? അതുകൊണ്ട് അവരാഗ്രഹിച്ചു, നാളെ ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ, ഞാൻ നാളെ ആഖിറത്തിലെത്തുമ്പോൾ എന്റെ കയ്യിലേക്ക് ഹറാമായ ഒരു പണം വന്നു എന്ന കാരണം കൊണ്ട് എന്റെ ഖബർ ജീവിതം മോശമാവാൻ പാടില്ല, എന്റെ ആഖിറ ജീവിതം നഷ്ടമാവാൻ പാടില്ല. മഹാരഥന്മാരാകുന്ന മുഴുവൻ മഹാന്മാരും അതേ ഹലാലായ രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്നും അതേ ഹലാലായ രീതിയിൽ ചെലവഴിക്കണമെന്നും സമ്പാദിക്കണമെന്നും ആഗ്രഹിച്ചവരാണ്. നിങ്ങൾ നോക്ക്, മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിലെ ഒരു പ്രമുഖനായ സ്വഹാബിയാണ്. ഒരു ദിവസം എന്നല്ല, എല്ലാ ദിവസവും അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടും. പെട്ടെന്ന് വീട്ടിലേക്ക് ഓടും. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കൂല. അപ്പൊ ചിലര് തോന്നുകയാണ്, ആ നിസ്കാരം കഴിഞ്ഞ ഓടാ വേണ്ടത്. നിസ്കാരം കഴിഞ്ഞ ഓടല്ല വേണ്ടത്, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കണം. എന്നിട്ട് ആയത്തുൽ കുർസി ഓതണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു, ആരെങ്കിലും മൻ ഖറഅ ആയത്തുൽ കുർസി അഖിബസ് സ്വലാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിന്റെ ശേഷം 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി പതിവാക്കി ഓതിയാൽ
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം അത് മരണം മാത്രമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ഖബറിൽ പോയി സ്വർഗീയമായ ജീവിതം ആസ്വദിക്കാം. ഇടക്കിടക്ക് ഇങ്ങനെ ഖബർ ജീവിതം മണ്ണറ മണിയറയാക്കണമല്ലോ നമുക്ക്. അതിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് നല്ല നല്ല ടിപ്സ് ഇങ്ങനെ കിട്ടിയാൽ നല്ലതാണ്. എന്താ പറഞ്ഞത്? എല്ലാ 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും ആയത്തുൽ കുർസി പതിവാക്കി അങ്ങ് ഓതിയാൽ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിന്റെയും അതെ ആ ദുനിയാവിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാഉള്ള തങ്ങൾ എന്ന് പറയുന്ന വലിയൊരു തങ്ങളുണ്ട്. മലപ്പുറം ജില്ലയിലെ ചാവക്കാടിനടുത്തുള്ള തങ്ങളാണ്, തൃശ്ശൂർ ജില്ലയിൽ. ആ തങ്ങള് വലിയ തങ്ങളാ, വലിയ ഇജാസത്ത് കൊടുത്തിരുന്ന ദലായിലുൽ ഖൈറാത്തിനെ പോലെയുള്ള വലിയ വലിയ ഇജാസത്തുകൾ നൽകിയിരുന്ന വലിയ ശൈഖാണ് മഹാനായ അതാഉള്ള തങ്ങൾ. ആ തങ്ങളുടെ ഒരു ശിഷ്യനുണ്ട്, ഡോക്ടറാണ്. എല്ലാ സമയവും ഡോക്ടറാണ്. വെള്ളിയാഴ്ച അദ്ദേഹം പള്ളിയിലെത്തിയിട്ട് ഖുത്ബ ഓതുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ശിഷ്യനുണ്ട്. ആ ശിഷ്യനോട് പോയി ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ആ തങ്ങളവറുകള് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനോട് പറയുകയാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല. അപ്പൊ തങ്ങള് ഉസ്താദ് ചോദിച്ചെന്ന് എന്ത് ഉറപ്പാ തങ്ങളെ? എനിക്ക് ഉറപ്പാണ്, ഞാൻ മുസ്ലിമായിട്ട് മരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറയാണ്, ഞാൻ എന്റെ ഉപ്പയുടെ അടുക്കൽ നിന്ന് കേട്ടിട്ടുണ്ട്, ആരെങ്കിലും 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പതിവാക്കി ഓതിയാൽ അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം അത് മരണം മാത്രമാണെന്ന് എന്റെ ഉപ്പ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും ഞാൻ പതിവായി ആയത്തുൽ കുർസി പതിവായി ഓതി പതിവാക്കി വന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല. ഒരു വ്യാഴാഴ്ച ദിവസം അസ്ർ നിസ്കാരത്തിന്റെ സമയത്ത് തങ്ങൾ ഗുരുവായൂരിലെ ഒരു ഹോസ്പിറ്റലിലാണുള്ളത്. തങ്ങളതാ തന്റെ മക്കളോട് പറയുന്നു, മക്കളെ, അതെ തന്റെ ഖാദിമായ ഡോക്ടറോട് പറയാണ്, എന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച രാവാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞുള്ള സമയമുണ്ടല്ലോ, ആ സമയം അങ്ങ് ആയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ ദിക്റും ചൊല്ലി മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. കാന്തപുരത്ത് നിന്ന് അബ്ദുൽ ലത്തീഫ് സഖാഫി ഇവിടെ വന്നിട്ട് ഒരു വഅദ് നടത്തിയിട്ട് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ, അതെ എന്റെ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഒരുപക്ഷെ എല്ലാ വഅദും എല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 20 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരാളുടെ ശ്രദ്ധ പൂർണ്ണമായി നശിച്ചു പോകുമെന്നാണ്. അങ്ങനെയാണ് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ എന്റെ സദസ്സിലുള്ളവരൊക്കെ നല്ല ശ്രദ്ധിക്കുന്നവരാണ്, നന്നായി മനസ്സിലാക്കുന്നവരാണ്. എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, അതേ തിരിച്ചു പോകുമ്പോൾ ഞാൻ പറയുന്നു, 5 വക്ത് നിസ്കാരവും നിസ്കരിക്കണം, കൃത്യമായി നിസ്കരിക്കണം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി ഒന്ന് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഒന്ന് പതിവാക്കണേ. അങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ എന്റെ യാത്ര മുതലായി പോയി, ഞാൻ വന്നത് വലിയ മുതലായി പോയി. അല്ലാഹു നമ്മുടെ ആഖിറത്തിലേക്ക് ഉപകാരം ലഭിക്കുന്ന വലിയ അമലുകളായി നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ.
അതേ ഒരാൾക്ക് എന്ത് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും ആ നന്മയെല്ലാം ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് പിന്നീട് ഖബറിലേക്ക് ലഭിക്കുമെന്നല്ലേ, പിന്നീട് ആഖിറത്തിലേക്ക് ലഭിക്കുമെന്നല്ലേ. അത് എന്നെ പഠിപ്പിച്ചത് ആരാണോ ആ പഠിപ്പിച്ച ആൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ അവരെ പഠിപ്പിച്ചത് ആരാണോ അങ്ങനെ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് ഏതൊരു നന്മ ചെയ്താലും ആ നന്മക്ക് നിമിത്തമായ ആളുകൾ ആരുണ്ടോ അവരിലേക്കെല്ലാം അതിന്റെ ഗുണമെത്തും കേട്ടോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരാൾ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ കാരണമായി ആരെല്ലാം ആ തിന്മ ചെയ്യാൻ കാരണമായോ അതേ അവർക്കെല്ലാവർക്കും അതിന്റെ ശിക്ഷയുണ്ട്. ഏതുപോലെ എന്നറിയുമോ, ലോകത്ത് എല്ലാ കൊലപാതകങ്ങളും നടക്കുമ്പോൾ ആ എല്ലാ കൊലപാതകങ്ങളുടെയും ഒരു ശിക്ഷ അതേ ഖാബീലിന് ലഭിക്കുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ആ ലോകത്ത് ആര് എവിടെ ആരെയൊക്കെ കൊല്ലുന്നുവോ ആ കൊല്ലുന്നതിന്റെ ഒരു ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാബീലിന് നൽകും. ഖാബീലാണ് ലോകത്ത് ആദ്യമായി ഹാബീലിനെ കൊന്നുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിന് ഇവിടെ തുടക്കം കുറിച്ചത്. ഞാനിത് പറയാനുള്ള കാരണം, മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസ് വെക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട്. എന്താണ് ഈ സ്റ്റാറ്റസ്? സുബ്ഹാനല്ലാഹ്, അതൊരു നല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗാനമായാൽ അത് വലിയ ഖൈറാണ്. മനസ്സിൽ മായാത്ത അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ ഒരുപാട് ഗീതങ്ങളുണ്ട്. ആ ഗീതങ്ങൾ ആദിയൗവൽ മൈദരായിപ്പ ഡച്ചുവച്ച മുഹമ്മദാ ബദറിലും ബാദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാ. എത്ര നല്ല വരികളാണ്. മഹ്ശറാമണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെന്റെ വാരീതി. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇങ്ങനെ മുത്തുനബിയുടെ എത്ര സുന്ദരമായ മദ്ഹ് ഗീതങ്ങളുണ്ട്. ആ മദ്ഹ് ഗീതങ്ങൾ നിന്റെ മൊബൈൽ ഫോണിലൂടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ആയി നീ വെച്ച് കഴിഞ്ഞാൽ അത് ആരൊക്കെ കേൾക്കുന്നുവോ അതിന്റെ കൂലി നിനക്ക് ലഭിക്കൂലേ, അതിന്റെ ഗുണം നിനക്ക് ലഭിക്കുമല്ലോ. എന്നാൽ നീ വെക്കുന്നത് എന്താണ് മോനെ മോളെ? നീ വെക്കുന്നത് വൃത്തികേടാണ്, തോന്നിവാസങ്ങളാണ്. അതേ ശരീരം നന്നായി മറക്കാത്ത അതേ ഒരുപാട് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സിനിമാ നടിമാരുടെ സിനിമാ നായകന്മാരുടെ പാട്ടുകൾ വെച്ചുകൊണ്ട് നീ അതാ നിന്റെ സ്റ്റാറ്റസിലൂടെ പ്രദർശിപ്പിക്കുന്നത് വൃത്തികേടുകളാ.
വൃത്തികേടുകളാണ്. ആ വൃത്തികേട് ആരൊക്കെ കാണുന്നുവോ ആ കാണുന്ന ഓരോരുത്തരുടെയും കുറ്റം നാളെ നിന്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കും കേട്ടോ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ ചെറുപ്പക്കാരികളെ, നമ്മുടെ മൊബൈൽ ഫോണിലെ സ്റ്റാറ്റസ് അങ്ങനെയുള്ള വൃത്തികേട് വെക്കാനുള്ളതല്ല. നന്മകൾ മാത്രമേ നമ്മുടെ മൊബൈൽ ഫോണിൽ വെക്കാവൂ, നല്ലത് മാത്രമേ നമ്മൾ പ്രചരിപ്പിക്കാവൂ. നമ്മുടെ കാരണമായി അതെ ആരൊക്കെ അത് കാണാൻ കാരണമാകുന്നുവോ അതിന്റെ കുറ്റം നമ്മിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് ഇന്ന് നീ വെച്ചാൽ അതേ 2 ദിവസം വരെ അത് നിലനിൽക്കുമെങ്കിൽ വെച്ച അന്ന് നീ മരണപ്പെട്ടാലോ ഒരു ഉറപ്പും നിനക്ക് പറയാൻ കഴിയൂലല്ലോ. നീ ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതാ നീ അവിടെ വെച്ച് മരിച്ചു പോയാൽ, അതേ കല്യാണത്തിന്റെ അന്ന് കല്യാണ പെണ്ണ് മരിച്ചുപോയ സന്ദർഭങ്ങളില്ലേ, അതേ വാർത്തകൾ നമ്മൾ അറിഞ്ഞിട്ടില്ലേ? ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ മരിച്ച വിവരം നമ്മൾ കേട്ടിട്ടില്ലേ? ഗൾഫിലേക്ക് പോകുമ്പോൾ മരിച്ച വിവരം നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ എവിടെയൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ മരിച്ചിട്ടുണ്ട്. ആ മരിക്കുന്നതിന്റെ 1 മിനിറ്റ് മുമ്പാണ് നീ ആ വൃത്തികേട് വെച്ചിട്ട് നീ മരിക്കുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, നിന്റെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോ, നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ മോനെ മോളെ അപ്പോഴും അതാ നിന്റെ മൊബൈൽ ഫോണിലെ സ്റ്റാറ്റസ് ആരൊക്കെയോ പല ദിക്കുകളിൽ നിന്ന് നോക്കുകയാണ്, കണ്ട് ആസ്വദിക്കുകയാണ്. ആ കണ്ട് ആസ്വദിക്കുന്ന ഓരോരുത്തരുടെയും കുറ്റം നിന്റെ അക്കൗണ്ടിലേക്ക് അതാ മലക്കുകൾ എഴുതി ചേർക്കുകയാണല്ലോ. സുഖകരമായ ഒരു ഖബർ ജീവിതം നിനക്ക് അനുഭവിക്കാൻ കഴിയൂല. നിന്റെ വാട്സപ്പിലൂടെ, നിന്റെ ഫേസ്ബുക്കിലൂടെ നീ അപ്ലോഡ് ചെയ്യുന്നത് വൃത്തികേടുകളാണെങ്കിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ അത് കാണുന്നുവോ അതിന്റെ കുറ്റം നിന്റെ അക്കൗണ്ടിലേക്ക് വരൂലേ മോനെ? എത്ര ചെറുപ്പക്കാരുണ്ട്, വലിയ സന്തോഷമാണ് അവരുടെ ഫേസ്ബുക്കിലൂടെ, അവരുടെ യൂട്യൂബിലൂടെ അവര് പ്രചരിപ്പിക്കുന്നത് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളാണ്, ആലിമീങ്ങളുടെ വലിയ വലിയ വയലുകളാണ്. തളർന്നു കിടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര് വരെ അവരുടെ എല്ലാ സമയവുമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളും വലിയ വലിയ ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങളും അതേ അപ്ലോഡ് ചെയ്യുകയാണ്. ആരൊക്കെ അത് കേൾക്കുന്നുവോ അതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാളും നമ്മുടെ മൊബൈൽ ഫോണിലൂടെ വൃത്തികേടുകൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പാടില്ല. ബ്ലൂ ഫിലിം വരെ, വൃത്തികേടുകൾ വരെ അയച്ചു കൊടുക്കുന്നവരുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ ഒരു ചെറുപ്പക്കാരൻ, ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഒരു ദിവസം ഞാൻ നോക്കുമ്പോ അയാളെ സ്റ്റാറ്റസ് ആയി വെച്ചിട്ടുള്ളത് ഒരു ഹിന്ദി സിനിമ ഗാനമാണ്. സുബ്ഹാനല്ലാഹ്, നന്നായി വസ്ത്രം പോലും ധരിക്കാത്ത ഒരു പെൺകുട്ടി അഴിഞ്ഞാടുന്ന ഒരു രംഗം. പെട്ടെന്ന് മൊബൈൽ ഫോൺ ഇങ്ങനെ സ്റ്റാറ്റസുകൾ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ പെട്ടെന്നതാണ് കണ്ടത്. ഞാൻ ഉടനെ ആ ചെറുപ്പക്കാരന് മെസ്സേജ് അയച്ചു, മോനെ നീ ചെയ്യുന്നത് വൃത്തികേടാണ്, നീ ചെയ്യുന്നത് തോന്നിവാസമാണ്, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നീ ഒരു ഹറാം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിന്റെ ഈ തിന്മ കാരണം ആരൊക്കെ ഈ തിന്മ കാണുന്നുവോ അതിന്റെയൊക്കെ നിന്റെ കുറ്റം നിന്റെ അക്കൗണ്ടിലേക്ക് മലക്കുകൾ എഴുതി വെക്കും. അതുകൊണ്ട് നീ ഇത് ചെയ്യാൻ പാടില്ല, ഈ വൃത്തികേട് നീ കൂട്ടുനിൽക്കാൻ പാടില്ല. ഞാനത് വളരെ ഗൗരവമായി ആ ചെറുപ്പക്കാരനോട് ഓർമ്മപ്പെടുത്തി. ഈ സദസ്സിലും ഒരുപാട് ചെറുപ്പക്കാരുണ്ട്,
ഇപ്പോഴും ആ ചെറുപ്പക്കാരുടെ സ്റ്റാറ്റസ് പരിശോധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ അങ്ങനത്തെ വൃത്തികേടുകൾ കണ്ടു എന്ന് വരാം. ഞാനിവിടെ വാതിൽ വന്നിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ കുറ്റം പറയുകയല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ, അതിന്ന് മുതൽ നമ്മൾ മാറ്റണം. എന്തിന് നമ്മളെ കാരണം കൊണ്ട് വേറൊരാളെ നമ്മൾ ഹറാമ് കാണിക്കണം? എന്തിന് നമ്മുടെ ഖബർ ജീവിതം ഭയാനകരവും ദുഃഖകരവുമാക്കി നമ്മൾ മാറ്റണം? അള്ളാഹു നമ്മെ പരിവർത്തനത്തിന്റെ വഴിയിലേക്ക് അള്ളാഹു എത്തിച്ചു തരുമാറാവട്ടെ. പിന്നീട് ഞാൻ ആ ചെറുപ്പക്കാരന്റെ ഓരോ സ്റ്റാറ്റസും പരിശോധിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നല്ല മദ്ഹ് ഗാനങ്ങളാണ്. എന്നിട്ട് ആ മദ്ഹ് ഗാനം ആ ചെറുപ്പക്കാരൻ കാസർഗോഡ് ജില്ലയിലെ ഒരു കൂട്ടുകാരനാണ്. ആ സ്റ്റാറ്റസ് വെച്ചിട്ട് ഉസ്താദേ, ഇന്ന് മുതൽ ഞാനിതാ എന്റെ മുത്തു റസൂലുള്ളാഹിന്റെ പാട്ട് മാത്രമേ വെക്കൂ, ഇനി ഒരു വൃത്തികേടും ഞാൻ വെക്കൂല. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ ചെറുപ്പക്കാരികളെയും നമ്മുടെ സഹോദരിമാരെയും അല്ലാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ പെട്ടെന്ന് ഓടും. നിസ്കാരം കഴിഞ്ഞ ആയത്തുൽ കുർസി മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമുണ്ട്. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. അവിടെ യുഹീ വയുമീതു എന്നില്ല, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ് 100 പൂർത്തീകരിച്ചാൽ ഉസ്താദേ യുഹീ വയുമീതു ചൊല്ലിക്കൂടെ? ചെല്ലണ്ട, റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അവിടെ യുഹീ വയുമീതു എന്ന് ഒഴിവാക്കിയിട്ട് റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ ചൊല്ലിയാ മതി. അങ്ങനെ ചൊല്ലിക്കൊണ്ട് ഒരാൾ 100 പൂർത്തിയാക്കിയാൽ ഹത്താ മിസ്ല സബദിൽ ബഹർ, കടൽക്കരയിലെ തിരമാലകൾക്ക് സമാനമായ ദോഷങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ ദോഷങ്ങൾ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ചിലര് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത് കേട്ടാ തന്നെ ചിരി വരും. സുബ്ഹാനല്ലാഹ് അല്ലേ? അങ്ങനെയാ സുബ്ഹാനല്ലാഹ് ചൊല്ലല്. ഒന്നാമത്തെ സുബ്ഹാനല്ലാഹ് നന്നാവും, പിന്നെ പിന്നെ അവസാനത്തുമ്പോ സു ഇങ്ങനെ കേൾക്കാം. അങ്ങനെയാണ് ദിക്ർ ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി, ഒരു ഹാഗ് അവിടെ ഉണ്ട്, വിട്ടുപോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി, ഒരു 2 മിനിറ്റ് കൂടും, അത്ര തന്നെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി, അങ്ങനെ പോകാം. അൽഹംദുലില്ലാഹി 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 എന്ന് ചൊല്ലണം. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കഥവിനെ പറയാണ്ടിരിക്കലാ നല്ലത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഇലയില്ല അല്ലാതെ. ആരാ ഇല? അങ്ങനെയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണ് ദിക്ർ ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹും ഇല്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഒരു കൂലി അതുകൊണ്ട് കിട്ടൂല. അതുകൊണ്ട് അക്ഷരങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ആ ദിക്ർ ചൊല്ലി പൂർത്തിയാക്കിയാൽ കടൽക്കരയിലെ തിരമാലയുടെ പദ റസൂലുള്ളാഹി, നമ്മുടെ തൊട്ടടുത്തുള്ള കടൽ എവിടെ ഉണ്ടാകുക? കാസർഗോഡിലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള മഞ്ചേശ്വരത്തുള്ള, അല്ലെങ്കിൽ കുമ്പളയിലുള്ള കടലിലെ പഴയിലെ ആ കടലിലെ തിരമാലകളിൽ നിന്ന് വരുന്ന പദകൾക്ക് സമാനമായ ദോഷങ്ങളൊന്നും അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയൊക്കെ കടലുണ്ട്, ആ കടൽക്കരയിൽ നിന്നൊക്കെ തിരമാല അടിച്ചു വീശുന്നുണ്ട്. ആ തിരമാല അടിച്ചു വീശുമ്പോ അതിന്റെ കൂടെ വെളുത്ത നൊരയുണ്ടാവും, പദ. ആ പദകൾക്ക് സമാനമായ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു അയാൾക്ക് അത് പുറത്തു കൊടുക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു നമ്മൾ നഷ്ടപ്പെടുത്തണം? തിരക്ക്, എല്ലാത്തിനും തിരക്ക്, ഓടന്നെ ഓടന്നെ. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. എവിടത്തേക്കാ ഓടിയത്? നമ്മള് താമരശ്ശേരിയിൽ ഒരു ചുരമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വയനാട് ചുരം പ്രസിദ്ധമായ ഒരു ചുരാണ്. ആ ചുരം ഇറങ്ങണമെങ്കിൽ കുറെ സമയം വേണം. ഒരു ആംബുലൻസ് നല്ല സ്പീഡിൽ ഇങ്ങനെ വരികയാണ്. അങ്ങനെ സ്പീഡിൽ ആംബുലൻസ് ഇങ്ങനെ വരുമ്പോ ലൈറ്റ് ഇട്ട് ഇങ്ങനെ വരികയാണ്, താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു ആംബുലൻസ് അല്ലേ, മാറിക്കൊടുത്തേക്കാം. എല്ലാരും മാറിക്കൊടുത്ത് അങ്ങനെ ആംബുലൻസ് താഴെ എത്തിയിട്ട് ഒരു ഹോട്ടലിന്റെ സൈഡാക്കി ചായ കുടിക്കുക ഡ്രൈവർ. കുറെ ചെറുപ്പക്കാർ ഇത് കണ്ട്
പോയി പിടിച്ച് ഡ്രൈവറെ, എന്തിനാടാ നീ ഓണം അടിച്ച് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ചൊര ഇങ്ങനെ ഇറങ്ങി വന്നത്? ഒന്നുമല്ലൊരു രസത്തിന് വന്നതാണ്. അങ്ങനെ ചെറുപ്പക്കാരൊക്കെ കൂടി അയാളെ നന്നായി പെരുമാറി. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അതുപോലെയാണ് ചിലര് ജുമാ നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഓട്ട പള്ളിയും. നമ്മളെ ഇയാൾക്ക് എന്തോ ഒരു ബിസിനസ്സും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്, അവൻ ഓടുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഉണ്ടാവും അങ്ങാടിയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സ്വറ പറയുന്നു. ഒരു പണിയില്ല, വെറുതെ ഓടിയതാ പള്ളിയിൽ നിന്ന്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു, അയാൾക്ക് എന്തോ തിരക്കുണ്ടായതുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് പോയതെന്ന് പറയായിരുന്നു. ഇത് ഒരാവശ്യമില്ലാണ്ട് പള്ളിയിൽ നിന്ന് അവസാനം വരിക, ആദ്യം പോവുക. അങ്ങനെ ചിലരെ പരിപാടി. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ട് പലരും വരിക, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പെട്ടെന്ന് ഓടിയും വേണം. അങ്ങനെ നമ്മളല്ലല്ലോ കേട്ടോ, നമ്മൾ അങ്ങനെ ആവാനും പാടില്ല. അള്ളാഹു നമുക്ക് എല്ലാത്തിനും നല്ല സമയം അള്ളാഹു തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അബൂ ദുജാന റളിയല്ലാഹു, ഞാൻ ഈ ചരിത്രം പറഞ്ഞ് നിർത്തുകയാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഓടും. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, യാ അബാ ദുജാന, എന്തിനാണ് എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് അതേ ദിക്റിലും ദുആയിലും പങ്കെടുക്കാതെ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടുന്നത് എന്തിനാണ്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ചെറിയ കുറച്ച് മക്കളുണ്ട് നബിയേ. ആ മക്കള് ഞാനതാ സുബഹി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് അങ്ങ് പോയില്ലെങ്കിൽ ആ മക്കള് നേരത്തെ എഴുന്നേൽക്കുന്ന മക്കളാണ്. ആ മക്കള് നേരത്തെ അങ്ങ് എഴുന്നേറ്റാൽ അവര് നേരെ ഓടുന്നത് വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഈത്തപ്പന മരമുണ്ട് നബിയേ. അത് എന്റെ വളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പന മരമാണ്. ആ ഈത്തപ്പന മരത്തിൽ നിന്ന് ഒരുപാട് ഈത്തപ്പഴങ്ങൾ അതാ ഉതിർന്നു വീഴും. എന്റെ മക്കളോട് അതെടുത്ത് ഭക്ഷിക്കും നബിയേ. അത് അന്യന്റെ മുതലാണല്ലോ, അത് എന്റെ മക്കളുടെ വയറ്റിലേക്ക് ആകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനതാ പെട്ടെന്ന് നിസ്കാരവും കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് ഓടുന്നത് നബിയേ. ഇതങ്ങ് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി പോയി, വല്ലാത്ത ദുഃഖമായി പോയി, വല്ലാത്ത വിഷമമായി പോയി. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു, നിങ്ങളുടെ അയൽപക്കത്തുള്ള ആള് ആരാണ്? അല്ലാഹുവിന്റെ റസൂലേ, അയാൾ ഒരു ജൂതനാണ്. എങ്കിൽ ഞാൻ വിളിക്കുന്നു എന്ന് പറയണം. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു എന്ന് പറയുകയാണ്. ജൂതനോട് പോയി റസൂലുള്ള വിളിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ ആ ജൂതനായ മനുഷ്യൻ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. നബിയോട് പറയുന്നു, നബിയേ, എന്തിനാണ് എന്നെ വിളിച്ച ആവശ്യം എന്താണ്? അപ്പൊ ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിലെ വളപ്പിൽ നിന്നും ഒരു ഈത്തപ്പന മരം അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുവളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ എനിക്ക് തരുമോ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിൽക്കുന്ന സ്ഥലം ഇന്നും ഒരു റൗണ്ട് എബൌട്ടായി മദീനയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. ആ വീട് നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു റൗണ്ട് എബൌട്ട് കാണാം. കഴിഞ്ഞ മദീന യാത്ര പോയപ്പോ അവിടെ ഒരു മദനി ഉസ്താദ് 24-26 വർഷത്തോളമായി അവിടെ മുഅ്തമിരീങ്ങളും അതുപോലെ തന്നെ സിയാറത്തിന് വരുന്നവരുമായ ആളുകൾക്ക് ഖിദ്മത്തൊക്കെ ചെയ്യാൻ വേണ്ടി പാലക്കാടുകാരനായ ഒരു മദനി ഉസ്താദ് ഉണ്ട്. ആ മദനി ഉസ്താദ് നമ്മളെ കൊണ്ടുപോയി ആ സ്ഥലം കാണിച്ചു തന്നു. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിന്ന ആ സ്ഥലം. സുബ്ഹാനല്ലാഹ്, ആ ഈത്തപ്പന മരം എനിക്ക് തരണം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അബൂ ദുജാ ആ സമയത്ത് ആ ജൂതൻ പറയാണ്,
വെറുതെ തരൂല, എന്തെങ്കിലും കിട്ടണം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തരാം, 10 ഈത്തപ്പന മരം തരാം, ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് 10 ഈത്തപ്പന മരം തരാം. അപ്പൊ അയാൾ പറഞ്ഞു, അത് പറ്റൂല, അത് കടാണ്, എനിക്ക് റൊക്കം കിട്ടണം. അല്ലെ, ഇപ്പൊ കടം കൊടുക്കാൻ എല്ലാവർക്കും മടിയാ. അങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കണം. നമ്മുടെ കാന്തപുരത്ത് ഒരാൾ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. അയാൾ നല്ലൊരു കച്ചവടം നടത്തിയിരുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലേക്ക് മാറിയത്? ഉസ്താദെ, കടം കൊടുത്ത് മടുത്തു. കാരണം എല്ലാരും വന്ന് കടം വാങ്ങുകയാണ്. പിന്നെ തരാ, പിന്നെ തരാ, പിന്നെ തരാ, ഇതന്നെ പറയാ. അങ്ങനെ കടം കൊടുത്ത് എനിക്ക് സാധനം വാങ്ങാനാവുമ്പോ എന്റെ കയ്യിൽ പണമൊന്നും ഉണ്ടാവൂല. അപ്പൊ പിന്നെ നല്ല പരിപാടി, ബില്ലടിച്ചിട്ട് പൈസ കൊടുക്കുക, വാങ്ങുക, കൊടുക്കുക, വാങ്ങുക. അങ്ങനെ ആവുമ്പോ പിന്നെ കടത്തിന്റെ പണിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരംഭിച്ചത്. അപ്പോ കടം പറ്റൂല. ചില കടന്റെ ഷോപ്പിന്റെ മുമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, കടം ഇവിടെ സ്വീകരിക്കുന്നതല്ല, റൊക്കം മാത്രമേ സ്വീകരിക്കുള്ളൂ. അപ്പൊ ഇയാൾ പറഞ്ഞു, നാളെ സ്വർഗത്തിൽ വെച്ചിട്ടല്ലേ. അന്ന് ആ ജൂതനായ മനുഷ്യന് ആ സമയത്ത് അത് ചിന്തിക്കാനുള്ള വിവേകമുണ്ടായില്ല എന്ന് പറയാം. കാരണം എന്തേ? സ്വർഗത്തിൽ വെച്ച് 10 ഈത്തപ്പന മരം തരുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അയാൾ സ്വർഗത്തിൽ കടക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ യദാ സ്വഹാബത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. യാ സ്വഹാബാ, ആരാണ് ഇയാൾക്ക് 10 ഈത്തപ്പന മരം കൊടുക്കാനുള്ളത്? അപ്പോഴാണതാ പറയുകയാണ്, നബിയേ, അനയാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറാണ് നബിയേ. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ഏത് നന്മകൾ വരുമ്പോഴും അതേ മുൻപന്തിയിലുള്ള സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് അവിടുന്ന് പറയാണ്, നബിയേ, ഞാൻ 10 ഈത്തപ്പന മരം തരാം. സുബ്ഹാനല്ലാഹ്. 10 ഈത്തപ്പന മരവും ആ ജൂതനായ മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടതാ ആ ഒരു ഈത്തപ്പന മരം അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് ഓടുകയല്ല വേണ്ടത്, മറിച്ച് നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുകയാണ് വേണ്ടത്. ഓടണമെന്ന് പറയുന്ന ബിദ്അത്തിന്റെ കക്ഷികളുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ ചില പള്ളിന്ന് ഓടുകയാണ് അവര്. നമ്മൾ ഓടുകയല്ല വേണ്ടത്, ഓടാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഈത്തപ്പന മരം അല്ലാഹുവിന്റെ റസൂല് വാങ്ങിച്ചു കൊടുക്കുകയാണ് സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അറിയുമോ മുഅ്മിനീങ്ങളെ, അതാ വീട്ടിൽ പോയി ജൂതനായ മനുഷ്യൻ പറയാണ്, ഇന്ന് വലിയ കച്ചവടം നടത്തി വരികയാണ്. അദ്ദേഹത്തിന്റെ പെണ്ണുങ്ങൾ ചോദിച്ചു, എന്ത് കച്ചവടമാണ്? ഇന്ന് നിങ്ങൾ വലിയൊരു കച്ചവടം നടത്തിയല്ലോ, നിങ്ങൾ നടത്തിയ കച്ചവടം എന്താണ്? അപ്പോഴാണ് ആ ജൂതനായ മനുഷ്യൻ പറയുന്നു, ഒരു ഈത്തപ്പന മരത്തിന് പകരം 10 ഈത്തപ്പന മരം ഇന്ന് നമുക്ക് ലഭിച്ചു കേട്ടോ. അബൂ ദുജാന, ഈ ജൂതന്റെ ഭാര്യ പറഞ്ഞു, 10 ഈത്തപ്പന മരമല്ല, 11 നമ്മുടേതാണ്. അതെങ്ങനെ പെണ്ണെ 11 നമ്മുടേതാകുക? ചില പെണ്ണുങ്ങളെ ബുദ്ധി ഇങ്ങനെ കുരുട്ടു ബുദ്ധി ഇങ്ങനെ പ്രവർത്തിക്കും. ഇന്നാട്ടിൽ അങ്ങനത്തെ കുരുട്ടു ബുദ്ധിയുള്ള പെണ്ണുങ്ങളൊന്നും ഇല്ലട്ടോ. ഇന്നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാരൊക്കെ നന്നാക്കി തരട്ടെ. ഈ പെണ്ണ് പറയാണ്, 11 ഈത്തപ്പന മരവും നമ്മുടേതാണ്. കാരണം ഇപ്പോഴും നമ്മളെ വളപ്പിലല്ലേ ഉള്ളത്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാനതാ എഴുന്നേറ്റ് പോയി ആ വീണ് നിൽക്കുന്ന ഈത്തപ്പഴം മുഴുവനും ഞാൻ പറിച്ചു കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അതാ ആ ജൂതനായ മനുഷ്യന്റെ ഭാര്യ പറയുകയാണ്, ഈത്തപ്പഴം ഞാൻ പറിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞന്ന് രാത്രി കിടന്നുറങ്ങുന്നു. സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കുന്നു. എന്നിട്ടതാ പെണ്ണതാ വരികയാണ്. എവിടേക്കാണ് വരുന്നത്? ഈത്തപ്പന മരത്തിന്റെ അടുക്കലേക്ക് വരുന്നു. നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈത്തപ്പന മരം അവിടെ കാണാനില്ല. ആ ഈത്ത
ഈത്തപ്പന മരമത നടന്ന് നടന്നേ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ പോയി അങ്ങ് നിൽക്കുകയാണ്. ജാഅത് ലി ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നോക്കുമ്പോഴതാ ഈത്തപ്പന മരമതാ നടന്ന് നടന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭർത്താവിനെ വിളിക്കുന്നു. നിങ്ങൾ കണ്ടോ, നമ്മുടെ ഈത്തപ്പന മരമതാ നടന്ന് നടന്ന് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഉറക്കിൽ ഞെട്ടി എഴുന്നേൽക്കുന്നു. നോക്കുമ്പോൾ അതാ കാലുകളില്ലാത്ത ഈത്തപ്പന മരമതാ മുത്തുനബിക്ക് വേണ്ടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ രംഗം അങ്ങ് കണ്ടപ്പോ തന്റെ ഭാര്യയുടെയും കയ്യും പിടിച്ച് ആ ജൂതനായ മനുഷ്യൻ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് ഓടുകയാണ്. നബിയേ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരണം നബിയേ. അതുകൊണ്ട് ആ പുണ്യമായ ഷഹാദത്ത് കലിമ ഞങ്ങൾക്കൊന്ന് ചൊല്ലിത്തരുമോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജൂതനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഓ മുഅ്മിനീങ്ങളെ, മക്കളെ ഹലാലായ ഭക്ഷണം തീറ്റിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ അതേ ഒരു ജൂതനായ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇസ്ലാമിലേക്ക് വന്നു എന്ന് മാത്രമല്ല, സ്വഹാബി എന്ന ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരുകയാണ്. സ്വർഗത്തിന്റെ അവകാശികളായി മാറുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഖബറിൽ സുഖകരമായി ജീവിക്കണോ? അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഹലാലല്ലാത്തത് സമ്പാദിക്കരുത്, ഹലാലല്ലാത്തത് നമ്മൾ ഉണ്ടാക്കരുത്, ഹലാലല്ലാത്തത് നമ്മുടെ മക്കളെ കൊണ്ട് തീറ്റിക്കരുത്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരു ചരിത്രം കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളതാ ഒരു ദിവസം തന്റെ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, ഇന്നിങ്ങോട്ട് ഷാഫി ഇമാം തങ്ങൾ വരുന്നുണ്ട്, ഷാഫി ഇമാമിനെ സ്വീകരിക്കണം. ഷാഫി ഇമാമിന്റെ സ്വഭാവം വലിയ നല്ല സ്വഭാവമാണ്. ഒരൊറ്റ തഹജ്ജുദ് പോലും ഒഴിവാക്കിയിട്ടില്ല. കുറഞ്ഞ ഭക്ഷണം മാത്രമേ മഹാനവറുകൾ കഴിക്കാറുള്ളൂ. പക്ഷേ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ഭാര്യ അതേ ആരാണ് വരുന്നത്? ഷാഫി ഇമാം തങ്ങളാണ് വരുന്നത്. ആലിമു ഖുറൈശിൻ നംലഉ തിബാഖുൽ അർളി ഇൽമാ, ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും ഇൽമിന്റെ പ്രഭ പരത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂല് അതാ മുൻകൂട്ടി പറഞ്ഞ ഒരു പണ്ഡിതനുണ്ടല്ലോ. ആ പണ്ഡിതൻ ഇമാം ഷാഫി തങ്ങളാണെന്ന് എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വച്ചില്ലേ? ആ ഇമാം ഷാഫി തങ്ങളാണ് വീട്ടിലേക്ക് വരുന്നത്. ഭാര്യ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫി തങ്ങൾ വരികയാണ്. പക്ഷേ ഭക്ഷണം മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നു. ഭക്ഷണം അങ്ങ് മുന്നിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ഷാഫി ഇമാം തങ്ങളതാ മുഴുവൻ ഭക്ഷണവും കഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ഭാര്യ അതേ നോക്കുമ്പോ ഭക്ഷണം കുറച്ച് കഴിക്കുമെന്നാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ ഭക്ഷണം നന്നായി കഴിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അന്നതാ ആ ഭാര്യ കാത്തു നിൽക്കുകയാണ്.